ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം തുടർന്ന് ഇറാൻ സൗദിയിലും ബഹ്റൈനിലും കുവൈറ്റിലും പുലർച്ചെ ആക്രമണമുണ്ടായി. കുവൈറ്റിൽ 7 പ്രധാന വൈദ്യുതി വിതരണ ലൈനുകൾ തകരാറിലായി. ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തോടെ ഇറാൻ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പുലർച്ചെ തന്നെ ആക്രമണം ആരംഭിച്ചു. സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയെ ലക്ഷ്യമിട്ട് തുടർച്ചയായ ഡ്രോൺ ആക്രമണ ശ്രമമുണ്ടായി. 20-ലേറെ ഡ്രോണുകളാണ് സൗദി വ്യോമസേന ആകാശത്ത് വെച്ച് തന്നെ തടയുകയും നശിപ്പിക്കുകയും ചെയ്തത്. ബഹ്റൈനിൽ 2 തവണ അപായ സൈറൺ മുഴങ്ങി. കുവൈത്തിലാകട്ടെ 3 തവണയാണ് രാവിലെ മാത്രം ആക്രമണമുണ്ടായത്. മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് കുവൈത്തിൽ 7 പ്രധാന വൈദ്യുതി വിതരണ ലൈനുകൾ തകരാറിലായി. രാജ്യത്ത് പലയിടത്തും വൈദ്യുതി മുടങ്ങി. ഇതിനിടെ നാറ്റോ സെക്രട്ടറി ജനറലുമായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ചർച്ച നടത്തി. ഇറാനുമായി സമാധാന ചർച്ചകൾ നടത്താൻ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.